+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 9 ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫർമേഷൻസിനെ പറ്റി. അപ്പോൾ എന്താണ് ഒരു കൺഫർമേഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം കേട്ടോ. ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ആറ്റങ്ങളൊക്കെ ഇരിക്കുമ്പോൾ സ്പേസിൽ അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഓരോ ആറ്റങ്ങളുടെയും ഇടയിലുള്ള ബോൺസ് എങ്ങനെയാണ് വരിക, ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് കൺഫർമേഷനിൽ പറയാം കേട്ടോ. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആറ്റം ഇൻ എ മോളിക്യൂൾ വിച്ച് അറൈസസ് ഡ്യൂ ടു ഫ്രീ റൊട്ടേഷൻ. അതായത് എങ്ങനെയായിരിക്കും അവർ അറേഞ്ച് ചെയ്തേക്കുക. അതിൻ്റെ മെയിൻ കാര്യം ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എല്ലാ ആറ്റംസും അവരെ സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റൊട്ടേഷൻ സംഭവിക്കും. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് ചുറ്റും അങ്ങനെ ഒരു റൊട്ടേഷനിലൂടെ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സിലോട്ട് വരുന്നുണ്ടാവും. ആ അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺഫർമേഷൻസ് എന്ന് വിളിക്കുക. പല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ CH3 എന്ന് പറയുന്ന ഈതേൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈതേൻ്റെ കൺഫർമേഷൻസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതേടാ നോക്കാം നമുക്ക് കൺഫർമേഷൻസ് ഓഫ് ഈതേൻ. ഈതേൻ എന്ന് പറഞ്ഞാൽ CH3 അല്ലേ, നടുക്കൊരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ആ സിംഗിൾ ബോണ്ടിനനുസരിച്ച് ആ സിംഗിൾ ബോണ്ടിന് ചുറ്റുമുള്ള 2 കാർബൺ ആറ്റങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പല അറേഞ്ച്മെൻറ്റുകൾ, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ പറ്റും ആറ്റങ്ങളുടെ. അപ്പോൾ അതേടാ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനാണ് നമ്മളൊരു പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. എങ്ങനെയായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യം ഒരു പ്രൊജക്ഷനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ആദ്യത്തെ കാർബണൊക്കെ CH3 ഒന്നാമത്തെ കാർബൺ, ഓക്കെ. അപ്പോൾ അതിൽ 3 ഹൈഡ്രജൻ ആയിട്ടുണ്ട്. അതാണ് 3 ബോണ്ടുകളായിട്ട് ഞാൻ വരച്ചത്. അവർ ഈക്വലി എപ്പാർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ 3 എണ്ണത്തിൽ 60 ഡിഗ്രി ആംഗിളിൽ 120 ഡിഗ്രി ആംഗിളിൽ വ്യത്യാസമായിട്ട് നേരെ ആയിട്ട് നിൽക്കും, ഓക്കെ. പീസിൻ്റെ സൈനൊക്കെ പോലെ ഇങ്ങനെ ആയിരിക്കും ഹൈഡ്രജൻ ആറ്റങ്ങൾ നിൽക്കുക. ഇതാണ് ഒന്നാമത്തെ കാർബൺ. അപ്പോൾ ബാക്കിൽ രണ്ടാമതൊരു കാർബൺ കൂടി ഇല്ലേ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഇതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കും. അപ്പോൾ ഇതിന് ചുറ്റും ഒരു വട്ടം വരച്ച് കഴിഞ്ഞാൽ മീനിങ് അതാ രണ്ടാമത്തെ കാർബണെയാണ് കാണിക്കുന്നത്. ഇനി ഈ രണ്ടാമത്തെ കാർബണിൽ എന്തുണ്ട്, അതിലും ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റം, അതിൻ്റെ നേരെ പുറകിൽ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ എന്ന് വെച്ചു. അതിനെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഓക്കെ. ഇതിൻ്റെ തൊട്ട് പുറകിലാന്ന് കാണിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വരയ്ക്കും. മീനിങ് അത് രണ്ടും കൂടി സെയിം, ഇതേ നേരെയാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ 2 കാർബൺ ആറ്റത്തിൻ്റെയും ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ പുറകെ ഈ ഒരു കാർബൺ ആറ്റം ഇതാണെങ്കിൽ അതിലെ ഹൈഡ്രജൻ ആറ്റം നേരെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഹൈഡ്രജൻ കാർബൺ ഇതാണ്, അതിലെ ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നേരെ ആയിരിക്കും നിൽക്കുക, ഓക്കെ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഈ ഒരു കൺഫർമേഷനെ വിളിക്കുന്നതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. ഈതേൻ്റെ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. അവിടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്താണ്, ദേ ആർ മിനിമം സ്പേസ് എപ്പാർട്ട്. അവർ മിനിമം എപ്പാർട്ടാണ്, അവർ വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ 2 ആറ്റങ്ങൾ വളരെ അടുത്തിരുന്നു കഴിഞ്ഞാൽ റിപ്പൾഷൻ ഉണ്ടാവില്ലേ, റിപ്പൾഷൻ ഉണ്ടാവും. ഇവിടെ വളരെയധികം കൂടുതലായി, കാരണം അടുത്തടുത്തായിരിക്കുന്നത്. റിപ്പൾഷൻ കൂടിക്കഴിഞ്ഞാൽ വളരെയധികം എനർജി വരും, എനർജി കൂടുതലായിരിക്കും. എനർജി കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും കേട്ടോ. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ, 2 കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾ നേരെ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. സോ റിപ്പൾഷൻ ഉണ്ടാവുന്നു. റിപ്പൾഷൻ കാരണം എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇതാണ് ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. ഇനി വേറൊരു കൺഫർമേഷൻ കൂടിയുണ്ട്. ഇനി ഇവരിങ്ങനെ നേരെ നിൽക്കുമ്പോൾ ഭയങ്കര റിപ്പൾഷൻ ഇല്ല. അപ്പോൾ റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് ഇവർ രണ്ടുപേരെ ഒന്ന് തിരിയും കേട്ടോ. അപ്പോൾ തിരിയുമ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഞാൻ അതുപോലെ തന്നെ വരയ്ക്കാം. ഹൈഡ്രജൻ ആറ്റങ്ങളെ വരച്ചു, ഓക്കെ. ഇനി നമ്മൾ പുറകിലെ കാർബൺ ആറ്റം നോക്കണം. അതിനെങ്ങനെയാണ് വട്ടം വരയ്ക്കും. പുറകിലുള്ള കാർബൺ ആറ്റം, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഹൈഡ്രജൻ ആറ്റങ്ങൾ നല്ലോണം തിരിഞ്ഞിരിക്കുക. അപ്പോൾ അവർ ശരിക്കും ഈ 2 കാർബൺ ആറ്റത്തിൻ്റെ മിഡിലായിട്ട്, 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോണ്ടിൻ്റെ മിഡിലായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾ 3 എണ്ണം ഇങ്ങനെയാണെങ്കിൽ അടുത്തതിൽ വരുമ്പോൾ ഇടയിലായിട്ടായിരിക്കും വരും. അപ്പോൾ മാക്സിമം അവർ റിപ്പല് ഇങ്ങനെ നിൽക്കുക, ഡിസ്റ്റൻസ് എപ്പാർട്ടാണ്, മാക്സിമം ഡിസ്റ്റൻസ് എപ്പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയായിരിക്കും റിപ്പൾഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുറവായിരിക്കും. കാരണം അവർ ഭയങ്കര ദൂരെയല്ലേ നിൽക്കുക. ദൂരെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് റിപ്പൾഷൻ കുറവാണ്. റിപ്പൾഷൻ കുറവാണെങ്കിൽ എനർജി എങ്ങനെയായിരിക്കും, എനർജിയും കുറവായിരിക്കും. എനർജി കുറവാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഈ ഒരു കൺഫർമേഷൻ ഇല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. സോ ഹിയർ ദി ഹൈഡ്രജൻ ആറ്റംസ് ആർ മാക്സിമം എപ്പാർട്ട് ഇൻ എ സ്പേസ് ആൻഡ് ദ റിപ്പൾഷൻ ഈസ് മിനിമം. റിപ്പൾഷൻ കുറവായതുകൊണ്ട് എനർജി മിനിമം ആണ്. സോ മോർ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ വരച്ചില്ല 2 കേസസിലും
ഈ രണ്ട് ഫിഗേഴ്സ് ഈ പറയുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊജക്ഷൻ. ഒരു എക്ലിപ്സ്ഡ് കൺഫർമേഷനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വരയ്ക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഈ വട്ടം വരച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സർക്കിളൊക്കെ വരച്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ, എക്ലിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ, ആദ്യം 3 ബോണ്ടുകൾ വരച്ചു, ഹൈഡ്രജൻ ആറ്റത്തിൽ കാർബൺ ആറ്റം, ഇനി പുറകിലുള്ള കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യുക, ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയായിരിക്കും വരുന്നത്, ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ ഹൈഡ്രജൻ ആറ്റം, ഇതിൻ്റെ മീനിങ് തൊട്ടടുത്ത് തന്നെയാണ്, തൊട്ട് പുറകിലാണ് നമ്മുടെ ഓരോന്നിലെയും ഹൈഡ്രജൻ ആറ്റം എന്നാണ് മീനിങ്. അതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഞാൻ ആദ്യം വട്ടം വരച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ബോണ്ടുകൾ വരയ്ക്കാം. ബോണ്ടുകൾ വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് കാർബൺ ആറ്റം വരയ്ക്കുക. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ എന്തായിരുന്നു, മാക്സിമം എപ്പാർട്ടാണ്. മാക്സിമം എപ്പാർട്ട് എന്ന് പറയുമ്പോൾ ഇടയിലായിട്ടായിരിക്കും വരയ്ക്കുക കേട്ടോ. ഹൈഡ്രജൻ ആറ്റങ്ങൾ വരച്ചു, അതിൻ്റെ ഇടയിലായിട്ടായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, അതർ ബാക്കിലുള്ള കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനെ വരുമ്പോൾ അവർ മാക്സിമം ഡിസ്റ്റൻസ് ആണ്, മിനിമം റിപ്പൾഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാഗേർഡ് കൺഫർമേഷൻ. എക്സാമിന് നമുക്ക് ചോദിക്കുമ്പോൾ ഡ്രോ ദി ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ എന്നായിരിക്കും. ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ വരയ്ക്കണം. ആദ്യം ഇപ്പോൾ 3 ബോണ്ടുകൾ വരയ്ക്കുക, എന്നിട്ട് അതിന് ചുറ്റും വട്ടം വരയ്ക്കുക. ബാക്കിലുള്ള കാർബൺ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ. സ്റ്റാഗേർഡ് ആണെങ്കിൽ ആ 2 കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിലായിട്ട് വരയ്ക്കുക, എക്ലിപ്സ്ഡ് ആണെങ്കിൽ സൈഡിലായിട്ടും വരയ്ക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു പ്രൊജക്ഷൻ കൂടി നമുക്കുണ്ട് കേട്ടോ. അതിനാണ് സോ ഹോൾസ് പ്രൊജക്ഷൻ എന്ന് വിളിക്കാം. സോ ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് പോലെ ഇരിക്കും എന്നുള്ളത് നോക്കിയാൽ മതി. ഹോൾസ് പോലെ വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്. ഓക്കേടാ, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ്റെ സോ ഹോൾസ് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് നോക്കാം. ഫസ്റ്റത്തെ കാർബണിലെ സെയിം തന്നെയാണ്. ഇവിടെ പക്ഷേ വട്ടമല്ല വരയ്ക്കാം, ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ ബാക്കിലോട്ടായിരിക്കും വരയ്ക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഇതേടാ ഫിഗർ ഇവിടെയും വരയ്ക്കാം കണ്ടോ. മീനിങ് ഈ 2 കാർബൺ ആറ്റങ്ങൾ ഇതും എന്താ ഒരേപോലെ നേരെ ആയിരിക്കുന്നത് എന്നാണ് മീനിങ്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സോ ഹോൾസ്. ഹൈഡ്രജൻ ആറ്റങ്ങളെ കാണിക്കാം, ഇവിടെ അതെ. ഇതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ്റെ സോ ഹോൾസ് പ്രൊജക്ഷൻ. സോ ഹോൾസ് പ്രൊജക്ഷൻ കേട്ടോ, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ്റെ എക്ലിപ്സ്ഡ്. ഇനി ഇതേപോലെ സ്റ്റാഗേർഡിൻ്റെ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യത്തത് അങ്ങനെ തന്നെ നേരെ വരയ്ക്കാം. സ്റ്റാഗേർഡ് വരയ്ക്കുമ്പോൾ തിരിഞ്ഞു വരും, വൈ തിരിഞ്ഞു വരും എന്നുള്ളത് ഓർത്താൽ മതി. സ്റ്റാഗേർഡിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യത്തത് താഴോട്ടായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ മറ്റേതിൽ എന്താ വൈ തിരിഞ്ഞു വരും കണ്ടോ, വൈ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, വൈ. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും വരാം, എച്ച് എച്ച് എച്ച്, ഇവിടെയും എച്ച് എച്ച് ആൻഡ് എച്ച്. സോ ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും, സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഓക്കെ, ഈ ഒരു ഫോർമുലയ്ക്ക് വരാം, എക്ലിപ്സും സ്റ്റാഗേർഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. സോ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ്. അപ്പോൾ 2 പ്രൊജക്ഷൻസ് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. എക്സാമിന് നോർമലി ന്യൂമാനും സോഹോഴ്സും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും പഠിച്ചിരിക്കുക. ഇങ്ങനെ ആയിക്കോളൂ ക്വസ്റ്റ്യൻ വരാം, ഡ്രോ ദി സോഹോഴ്സ് പ്രൊജക്ഷൻ ഓഫ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻസ് ഓഫ് ഈഥേൻ, അല്ലെങ്കിൽ നേരെ പറഞ്ഞിട്ട് ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ടും ചോദിക്കുക. അപ്പോൾ രണ്ടായാലും വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഒന്നില്ലെങ്കിൽ നേരെ അല്ലെങ്കിൽ രണ്ടും മാക്സിമം ഡിസ്റ്റൻസ്. ഇനി അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ആംഗിളിലൊക്കെ വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് കൺഫർമേഷൻസ്. അങ്ങനെയുള്ള കൺഫർമേഷനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗൂഷ് കൺഫർമേഷൻ. ഓൾ ഇന്റർമീഡിയറ്റ് കൺഫർമേഷൻസ് ഇൻ ബിറ്റ്വീൻ ദ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ്. എക്ലിപ്സ് സ്റ്റാഗേർഡ് ഒട്ടും നേരെയും അല്ല, എന്നാൽ ഫുള്ള് സ്റ്റാഗേർഡ് ആയിട്ടും അല്ല ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള കൺഫർമേഷൻ നമ്മൾ വിളിക്കുന്നതാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗൂഷ് കൺഫർമേഷൻ എന്ന് വിളിക്കാം കേട്ടോ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരയ്ക്കണം എന്നില്ല, അതിൻ്റെ കാര്യം മാത്രം പേര് മാത്രം അറിഞ്ഞാൽ മതി. ആ കൺഫർമേഷൻസിനെ വിളിക്കുന്നതാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗൂഷ് കൺഫർമേഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിളർ ദാൻ എക്ലിപ്സ് ഫോം. എക്ലിപ്സിനേക്കാളും സ്റ്റാഗേർഡ് ഭയങ്കര സ്റ്റേബിളാണ്, വൈ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പറയാം. അത്രേ ഉള്ളൂ. ബിക്കോസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ സ്റ്റേബിൾ ആവാൻ കാരണം അവിടുത്തെ ഹൈഡ്രജൻ ആറ്റങ്ങൾ എങ്ങനെയാണ്, സ്റ്റാഗേർഡ് ഫോമിലാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ വെരി വെരി ഫാർ അപ്പാർട്ടാണ്, ഓർ മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. സോ ദർ വിൽ ബി ലെസ് റിപ്പൾഷൻ ഇൻ ബിറ്റ്വീൻ ദം. ദർ ഈസ് മിനിമം റിപ്പൾസീവ് ഫോഴ്സസ്, മിനിമം എനർജി ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി. അവിടെ മിനിമം എനർജി ആയിരിക്കും, മാക്സിമം സ്റ്റെബിലിറ്റി ആയിരിക്കും. അതാണ് അതിൻ്റെ റീസൺ. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ വരുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് ഈ ബോണ്ടുകൾ. ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രോൺ ക്ലൗഡുകളാണ്.
ഇപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോൺസ് ആർ വെരി ഫാർ എപ്പാർട്ട് എന്ന് പറയും. സോ ദർ ഈസ് മിനിമം റിപ്പൾസീവ് ഫോഴ്സസ്, മിനിമം എനർജി ആൻഡ് മാക്സിമം സ്റ്റെബിലിറ്റി കേട്ടോ. എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ആ കൺഫർമേഷൻസിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ കൺഫർമേഷൻസ് പഠിക്കുമ്പോൾ വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ഈ ക്വസ്റ്റിനും കൂടി നോക്കാം. ഓക്കെ, എക്ലിപ്സും സ്റ്റാഗേർഡിൻ്റെ കാര്യങ്ങൾ. ചിലപ്പോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് ആയിരിക്കും ചോദിക്കാം. റിപ്പൾഷൻ്റെ കാര്യമോ എനർജിയുടെ കാര്യമോ സ്റ്റെബിലിറ്റിയുടെ കാര്യമോ ഒക്കെ എഴുതി അതിൻ്റെ ഡിഫറൻസസ് കംപ്ലീറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് എഴുതാം. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കൺഫർമേഷൻസിനെ പറ്റി. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.